എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന പുതിയ IT റൂൾസിനെതിരെ വാട്സ്ആപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ IT റൂൾസ് എന്താണെന്ന് നമുക്ക് അറിയാം, നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ. അപ്പോൾ എന്താണ് IT റൂൾസ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ഡെഫിനീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് സിഗ്നിഫിക്കന്റ് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറി എന്ന് പറയുന്നത്. ഈ പുതിയ IT റൂൾസ് പ്രകാരം ഈ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറി അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറി എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കുറയാതെ ഉള്ള യൂസർ ബേസ് ഉള്ള ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും എന്താണ് ഒരു സിഗ്നിഫിക്കന്റ് സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഈ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അതിന്റെ അടുത്ത ഉദ്ദേശം എന്താണ് എന്ന് നോക്കാം. ഈ IT റൂൾസ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ലക്ഷ്യമാണ് എന്താണ് ട്രേസബിലിറ്റി. എന്താണ് ഈ ട്രേസബിലിറ്റി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇന്ന് രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം കടന്നു പോകുന്ന ഒരുപാട് വൾനറബിൾ സിറ്റുവേഷൻസ് ഉണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. ഈ വ്യാജ വാർത്തകൾ കാരണം പല ഇഷ്യൂസും നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. കേരളത്തിലാണെങ്കിൽ പോലും എന്താണ് ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു പർട്ടിക്കുലർ ജില്ലയിൽ പോലും എന്തുണ്ടായിട്ടുണ്ട്, ഒരു ഹർത്താൽ പോലും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇറ്റ് മേക്ക് ക്വസ്റ്റ്യൻസ് ദ സോവർണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദിസ് കൺട്രി. പ്ലസ് ഇറ്റ് മേ ഡിസ്റ്റർബ് ദ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ദ ഫോറിൻ കൺട്രീസ്. അതുപോലെ എന്താണ് സമാധാനപരമായ ജീവിത അന്തരീക്ഷത്തിനെ വരെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ നശിപ്പിക്കുവാനുള്ള ഒരു കെൽപ്പുള്ള ഒന്നാണ് ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് മറ്റ് നോൺ കൺസെൻഷ്വൽ ഇന്റിമേറ്റ് ഇമേജസ്, ഇതൊക്കെയും എന്താണ് പലപ്പോഴും സ്പ്രെഡ് ചെയ്യുകയും അത് പ്രകാരം ഈ സമൂഹത്തിലുള്ള ഒരു സോഷ്യൽ ഓർഡറിനെ ഇല്ലാതെയാക്കാനും സാധിക്കുന്ന ഒന്നാണ് ഈ മെസ്സേജ് എന്ന് പറയുന്നത്. Fortunately or unfortunately, WhatsApp is one among a kind of social media, significant social media intermediary. അപ്പോൾ എന്താണ് സംഭവിക്കുക? They will have to compliance with IT rules on this particular thing, traceability. എന്താണ് ഈ ട്രേസബിലിറ്റി? ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ സന്ദേശം അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന് തോന്നുന്ന ഏതെങ്കിലും തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യത്തിന്റെ ചോദ്യം അല്ലെങ്കിൽ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന, ഇവിടുത്തെ സോഷ്യൽ ഓർഡറിനെ ചോദ്യം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനേറ്റർ അല്ലെങ്കിൽ ഒറിജിൻ എവിടെയാണ് എന്നത് ആര് ചെയ്തു കൊടുക്കണം? ഈ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസ് ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ഇവിടെ എന്താണ് വാട്സാപ്പിനെ ചൊടിപ്പിച്ചത്? വാട്സാപ്പ് പറയുന്നു ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, റൈറ്റ്സ് ടു പ്രൈവസി. നമ്മുടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, അതിന്റെ സബ്സിഡിയറി ആയിട്ട് വരുന്ന നമ്മളുടെ എന്താണ് സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ള അവകാശത്തെയാണ് ഒരാൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ നിയമം മൂലം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ ഘടകമായിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നു ഇറ്റ് മേ വയലേറ്റ്സ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്. എങ്ങനെ? ഒരുപക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് വന്ന ഒരു മെയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് ദ ഒറിജിനേറ്റർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെസ്സേജ് ആൻഡ് ഹി വിൽ ബി പ്രോസിക്യൂട്ടഡ്. ഇപ്പൊ ഇതെന്ത് ചെയ്യാം? ചിലപ്പോൾ ഒരു സാധാരണക്കാരായ ഒരു സാധു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള നിരപരാധിയായ ഒരു വ്യക്തിയെ കുറ്റവാളിയാക്കാനും ഇത് ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ ഉപകരിച്ചേക്കാം എന്നതാണ് വാട്സാപ്പിന്റെ ഒരു ഒരു അവകാശവാദമായിട്ട് പറയുന്നത്. ഇതെങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനമാണ്. കാരണം എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് IT മിനിസ്ട്രി, മിനിസ്റ്റർ രവിശങ്കർ പ്രസാദ് has said the government is committed to ensure the privacy of all its citizens, but at the same time it is also the responsibility of the government to maintain the law and order and ensure national security. നമുക്കറിയാം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലികമായ അവകാശങ്ങളാണ് അവനവന്റെ സ്വകാര്യത കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ഒരു തുലാസിൽ വെച്ച് അളക്കാൻ നോക്കിയാൽ സ്വകാര്യതയേക്കാൾ
ഒരല്പം വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണ് നാഷണൽ സെക്യൂരിറ്റിക്ക്, ദേശീയ സുരക്ഷയ്ക്ക്. ആൻഡ് ബൈ ഓൾ മീൻസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഹാവിംഗ് എ ലിമിറ്റ്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസിന്റെ ഒരു ലിമിറ്റ് എവിടെയുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിനുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇങ്ങനെ ഒരു ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇറ്റ്സ് നോട്ട് ആൻ അബ്സല്യൂട്ട് വൺ, ഇറ്റ് ഇസ് എ ക്വാളിഫൈഡ് വൺ, സോ ദാറ്റ് it cannot be granted ultimately or absolutely, even though it is provided for the citizens with certain reasonable restrictions. ഇത് മാത്രമല്ല കാര്യം, ഇനി മുതൽ ഇത് എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്? ഒരാളുടെ പോലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ മൗലികമായ അവകാശങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. പക്ഷെ റൂൾ നമ്പർ 4 ക്ലോസ് 2 സ്റ്റേറ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിവെൻഷൻ, ഡിറ്റൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രോസിക്യൂഷൻ ഓഫ് പണിഷ്മെന്റ് ഓഫ് ആൻ ഒഫൻസ്, security of the state, friendly relation with foreign country, public order, or incitement to an offense relating to the above, or in relation with rape, sexually exploited content of child sexual abuse, material punishment with imprisonment for a term of not less than 5 years. 5 വർഷത്തിൽ കുറവായിട്ടുള്ള അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷാ നടപടികൾ നൽകാൻ മെറിറ്റുള്ള ഏതൊരു കുറ്റകൃത്യത്തിനെയും ട്രേസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ഫൈനൽ റിസോർട്ട് ആയിട്ടാണ് നമ്മൾ എന്തിനെ ഉപയോഗിക്കാൻ പോകുന്നത്? ഈ ട്രേസബിലിറ്റിയെ ഉപയോഗിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ്, അതായത് ഇൻസൈറ്റ്മെന്റ് ടു പബ്ലിക് വയലൻസ്, അതുപോലെ ഏതെങ്കിലും സെക്ഷുവൽ അബ്യൂസുകൾ, ഒരു കുട്ടിയുടെ സെക്ഷുവൽ അബ്യൂസ് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റുകൾ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാജ്യവുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള സംസാരങ്ങൾ, ഇതൊക്കെ എന്താണ്? ഇറ്റ് ഷുഡ് ബി സ്റ്റോപ്ഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. ഫോർ ദ സെയിം പർപ്പസ് അത്തരത്തിലുള്ള സാധ്യതകളെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു ട്രേസബിലിറ്റി ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെയും എന്താണ്? പുട്ടുസ്വാമി കേസിൽ സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ള ദ പ്രൊപ്പോർഷണാലിറ്റി, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വിൽ ബി ആപ്ലിക്കബിൾ. എന്താണ് ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാനാണ്. ഇത് അതായത് ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി ആൻഡ് ലൈഫ് കുഡ് ബി compromised, or the invasion of a public, of a particular person's or life or personal liberty must meet 3 requirements. 3 requirement ഉണ്ട്. ഒന്ന്, ലീഗാലിറ്റി, അതിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമം ഇവിടെ ഉണ്ടായിരിക്കണം. 2, ലെജിറ്റിമേറ്റ് എയിം ഷുഡ് ബി ദെയർ, അതായത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ ദേശീയ സുരക്ഷയ്ക്കോ പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂവിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള കോഴ്സ് ഉണ്ടായിരിക്കണം. 3, പ്രൊപ്പോർഷണാലിറ്റി ഓഫ് ലെജിറ്റിമേറ്റ് എയിംസ് വിത്ത് ദ ഒബ്ജക്ട് sought to be achieved. There should be a rational nexus between the object and the means adopted to achieve them. അതായത് ഇവരുടെ ഇത് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ ലക്ഷ്യങ്ങളും അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങളെയും സാധൂകരിക്കുന്ന ഒരു റാഷണൽ നെക്സസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ്, ഈ 2 കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? These rules will be used as the final or last resort, not in each and every single crime. We will not use this for every petty cases, but it will be used for certain kind of serious offenses which is punishable up to minimum not less than 5 years. 5 വർഷത്തിൽ കുറയാതെയുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോകുന്ന ഏതൊരു സാധ്യതകൾക്കും എന്തുപയോഗിക്കാം? ഈ ട്രേസബിലിറ്റി ഉപയോഗിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതായിരിക്കും. ഇതായിരുന്നു ഗവൺമെന്റിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? The ministry also criticized WhatsApp, making no specific objection to this requirement till date. The release says any operations being run in India subject to the law of the land. നമ്മുടെ രാജ്യത്ത് ഏതൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏതൊരു കമ്പനി പ്രവർത്തിക്കണമെങ്കിലും they will have to be in compliance with the law of the land. അല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ ഒരു അല്ലെങ്കിൽ വേറൊരു സാധ്യതകൾക്ക് വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ഉത്തരം എന്നോണം വാട്സാപ്പ് പിന്നെയും പറയുന്നുണ്ട്, even though without this traceability we are cooperating with any kind of investigation, we are providing maximum data which could be possibly collected by this company or WhatsApp and will be transferred to the government or the said investigating agencies. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പലപ്പോഴും ഇത് ഇവർ സഹായിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള ട്രേസബിലിറ്റി ഇല്ലാതെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു തരത്തിലുള്ള എൻക്വയറിയിലും വാട്സാപ്പ് സഹകരിച്ചിട്ടുണ്ട് എന്ന് വാട്സാപ്പിന്റെ ഒരു ഉത്തരങ്ങളായിട്ട് പറഞ്ഞു. എന്നാൽ
മറ്റൊരു ആക്ഷേപം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഇരട്ട മുഖമാണ് വാട്സാപ്പിന് എന്നാണ് ഗവൺമെന്റിന്റെ ഭാഷ്യം. കാരണം ഒന്ന്, ഒരു വശത്ത് ഇവരുടെ പ്രൈവസി പോളിസി അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ പ്രൈവസി പോളിസി എന്താ ചെയ്യുന്നത്? ആ പ്രൈവസി പോളിസി അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിന് ഡേറ്റ വിൽ ബി ട്രാൻസ്ഫർഡ് ടു ഇറ്റ്സ് മദർ കമ്പനി ഫേസ്ബുക്ക്, ആൻഡ് ഫേസ്ബുക്ക് വിൽ ബി യൂസിങ് ഓൾ ദിസ് ഡേറ്റ ടു ജനറേറ്റ് റവന്യൂ ത്രൂ സെയിൽസ് ഓർ ടാർഗറ്റ് മാർക്കറ്റിംഗ്. But in otherwise, WhatsApp is hesitating to follow the law of the land enshrined in the new IT rules of 2021. അതൊരു ഇരട്ട മുഖമാണ് വാട്സാപ്പിൻ്റെത് എന്നതാണ് ഗവൺമെന്റിന്റെ ഒരു ഭാഷ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. The ministry releases also refers to the communiques issued by the government of UK, Australia, New Zealand and Canada in 2019. While welcoming strong encryption as means of safeguard user privacy, the communiques, however, said, we are concerned here companies deliberately design their system in a way that presides any form of access to the content. And even in case of most serious crime, this approach puts citizen and society in the severely eroding a company's ability to identify and respond to the most harmful illegal content. Tech companies should include mechanisms in the design of their encrypted product and services whereby government acting with appropriate legal authority can obtain access to the data in reliable, readable and usable format. ഇവ എന്താണ് ഈ തരത്തിൽ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു എൻക്രിപ്ഷൻ കൊണ്ടുവരുമ്പോൾ തന്നെയും they will have to make provisions to get an access into these kind of messages as well. അതാണ് ഇതിന്റെ ഒരു സാഹചര്യങ്ങളായിട്ട് മുന്നോട്ട് പറയുന്നത്. ഇതൊരു ഈ ഒരു കമ്മ്യൂണിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണ്? They will have to comply with this IT rules of 2021 because ഇവരുടെ പ്രൈവസി പോളിസി ഉണ്ട്. അല്ലെങ്കിൽ ആ പ്രൈവസി പോളിസി വിൽ ബി ട്രാൻസ്ഫർഡ് ടു പോളിസി പ്രകാരം ഡേറ്റാസ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു ഫേസ്ബുക്ക് ആൻഡ് ഫേസ്ബുക്ക് വിൽ ബി യൂസിങ് ഓൾ ദീസ് ഡേറ്റ ഫോർ ദെയർ മാർക്കറ്റിംഗ് പർപ്പസസ് വെൽ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടെ ഈ ട്രേസബിലിറ്റി എന്നൊരു സാഹചര്യം വാട്സാപ്പിന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ദ ലാൻഡ്. അതാണ് ഒരു ഒന്നാമത്തെ ആർട്ടിക്കിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട്, ദ ഫിലിപ്പൈൻസ് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ചൈനാസ് ഇല്ലീഗൽ സൗത്ത് ചൈന സീ precise. Manila launched the diplomatic protest on Friday over the incessant deployment, prolonged presence and illegal activities of Chinese maritime assets and fishing vessels. ഇപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ഒരു സൗത്ത് ചൈന സീയെ കുറിച്ച് നോക്കാം. അവിടുത്തെ തർക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് ഇതിനെ ഈ മനിലയിലെ തിത്തു ഐലൻഡിനടുത്ത് ഇവരുടെ ചൈനയുടെ ഒരു വളരെയധികം പ്രസൻസ് കാണുന്നുണ്ട്. തിത്തു ഐലൻഡ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോൺ ആസ് പഗാസ ഇൻ ദ ഫിലിപ്പൈൻ. ഇറ്റ് ഈസ് 451 കിലോമീറ്റർ ഫ്രം ദ മെയിൻലാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 8 റീഫ് ഷോൾസ് ആൻഡ് ഐലൻഡ്സ് ഇറ്റ് ഓക്യുപ്പൈസ് ഇൻ ദ സ്പ്രാറ്റ്ലി ആർക്കിപ്പെലേഗോ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. UNCLOS, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ലോ ഓഫ് ദ സീ. ഈ കൺവെൻഷൻസ് ഓൺ ലോ ഓഫ് ദ സീ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് nowadays. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ UN-ന്റെ തന്നെ ഒരു കൺവെൻഷൻ തന്നെയാണ് ലോ ഓഫ് ദ സീ എന്ന് പറയുന്നത്. ലോ ഓഫ് ദ സീ എന്ന് പറയുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇറ്റ്സ് എ റെഗുലേറ്ററി framework for the use of world's sea and oceans. അതായത് ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള കടലുകളിലെയും അല്ലെങ്കിൽ ഓഷ്യൻസിനെയും കൃത്യമായിട്ട് രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശമാണ് UNCLOS എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 2-3 രീതികളായിട്ട് നമുക്ക് കാണാം. അതായത് ഇതൊരു ലാൻഡ് ഏരിയ ആണ് എന്ന് കരുതുക. ഇപ്പൊ ലാൻഡ് ഏരിയ മുതലുള്ള ഇന്റർനാഷണൽ വാട്ടേഴ്സ്, ഇന്റേണൽ വാട്ടേഴ്സ് 12 നോട്ടിക്കൽ മൈൽ, ടെറിട്ടോറിയൽ സീ അല്ലെങ്കിൽ ഇന്റേണൽ വാട്ടേഴ്സ് അല്ലെങ്കിൽ ലാൻഡിനകത്തേക്കുള്ള നമ്മുടെ ആക്സസ് ഉള്ള വെള്ളം അല്ലെങ്കിൽ ഇന്റേണൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നു. നമ്മുടെ ടെറിട്ടോറിയൽ സീഡ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മുതൽ അടുത്തൊരു 12 നോട്ടിക്കൽ മൈൽ വരെ നമ്മൾ എന്താണ് ഒരു ടെറിട്ടോറിയൽ ഏരിയ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയുന്നുണ്ട്, അടുത്ത ഒരു 12 നോട്ടിക്കൽ മൈൽ വരെ ഒരു കണ്ടിഗ്യുവസ് സോൺ എന്ന് പറയുന്നു. അപ് ടു 200 നോട്ടിക്കൽ മൈൽ വരെ നമുക്ക് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ആണ്.
ഈ ടെറിട്ടോറിയൽ വാട്ടറിലൂടെ എന്ത് ചെയ്യാം, ഒരു എന്താണ് ഇന്നസെന്റ് നാവിഗേഷൻ, അതായത് രാജ്യത്തെ ഉപദ്രവിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത രീതിയിലുള്ള നാവിഗേഷൻ അനുവദിക്കാവുന്നതാണ്. അത് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരമാണ് ആ ഒരു തലം നടക്കുക. 2, എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ അപ് ടു 200 നോട്ടിക്കൽ മൈൽ. ഇത് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള ഏരിയാസ് ആണ്. ഇവിടുത്തെ റിസോഴ്സസ്, മെറ്റീരിയൽസ്, അതുപോലെ തന്നെയുള്ള ഏത് ഒരു നിക്ഷേപങ്ങളാണെങ്കിൽ, ധാതു നിക്ഷേപം, ലവണം, എന്തുമാവാം, അതിന്റെ ഒക്കെയും ഉത്തരവാദിത്തം ആർക്കാണ്? അതിന്റെ ഓണർഷിപ്പ് ഈ പറയുന്ന രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഏത് രാജ്യത്തിനാണോ ആ രാജ്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. സോ അവിടെ മീൻ പിടിക്കാനുള്ളതും പെട്രോളിയം എടുക്കാനുള്ളതും നാച്ചുറൽ ഗ്യാസ് എടുക്കാനുള്ള അവകാശം ആർക്കാണ്? ഏത് രാജ്യമാണോ ആ രാജ്യത്തിന് ആയിരിക്കും അനുവാദം ഉണ്ടായിരിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു തർക്കമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ അതിനു മുമ്പ് ഒരു മാപ്പിന്റെ ഒരു ബേസ് നമുക്ക് നോക്കാം. ഇതിനെയാണ് നമ്മൾ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഇവിടെ സ്പ്രാഡ്ലി ഐലൻഡ്സ് ഉണ്ട്. ഈ സ്പ്രാഡ്ലി ഐലൻഡ്സിലാണ് നമ്മൾ സ്പ്രാഡ്ലി ഐലൻഡ്സ് ഉണ്ട്, പരാസൽ ഐലൻഡ്സ് ഉണ്ട്, ഇവിടെ ഗൾഫ് ഓഫ് ടോങ്കിങ്, ഇവിടെ വരുന്നത് ഹൈനൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ടെറിട്ടറിയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു ഹോങ്കോങ് വരുന്നുണ്ട്. ഹോങ്കോങ് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, തായ്വാനെയും ചൈനയും തമ്മിൽ സിയമൻ ടെറിട്ടറിയെയും കൂടെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നാണ് തായ്വാൻ സ്ട്രെയിറ്റ് വരുന്നത്. ഈ ഫിലിപ്പൈൻസിനെയും തായ്വാനെയും ഡിവൈഡ് ചെയ്യുന്നതാണ് ലൂസൺ സ്ട്രെയിറ്റ് വരുന്നത്. അപ്പം ഇത് ഒന്ന് പ്രധാന, ഇപ്പം ഇവിടുത്തെ ബോർണിയോയും ഫിലിപ്പൈൻസിനും ഇടയ്ക്കുള്ളതൊന്നാണ് എന്താണ്, സുലു സീ വരുന്നത്. അപ്പം അതാണ് മക്കാസർ സ്ട്രെയിറ്റ്, സുലവേസി ഐലൻഡിനെയും ഈ ബോർണിയോയും തമ്മിൽ വിഭജിക്കുന്ന ഒന്നാണ് മക്കാസർ സ്ട്രെയിറ്റ് വരുന്നത്. ഇവിടെ ജാവ സീ വരുന്നുണ്ട്. ഇന്തോനേഷ്യയും ഈ ബോർണിയോയുടെയും ഇടയ്ക്കാണ് ജാവ സീ വരുന്നത്. ഇവിടെ സിംഗപ്പൂർ വരുന്നുണ്ട്, ഗൾഫ് ഓഫ് തായ്ലൻഡ് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഐലൻഡുകളും ഒക്കെയും ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സൗത്ത് ചൈന സീയുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 1 തൈവാൻ, 2 ഫിലിപ്പീൻസ്, 3 മലേഷ്യ, 4 ബോർണിയോ, 5 ഇന്തോനേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, പിന്നെ വന്നിട്ട് ചൈന. ഇത്രയും രാജ്യങ്ങളാണ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സൗത്ത് ചൈന സീയുടെ പ്രോക്സിമിറ്റിയിലുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് ടൈം ലൈനുകൾ നോക്കാനുണ്ട്. 1994 നമ്മുടെ UNCLOS നിലവിൽ വരുന്നത്. UNCLOS അല്ലെങ്കിൽ UN ക്ലോസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? രാജ്യത്തിലെ ലോകത്തിലുള്ള നദി അല്ലെങ്കിൽ കടലുകളുടെയും അല്ലെങ്കിൽ സമുദ്രങ്ങളുടെയും വ്യക്തമായിട്ടുള്ള ഓപ്റ്റിമം യൂട്ടിലൈസേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺവെൻഷനാണ്. അപ്പോൾ ഇതിനകത്ത് UNCLOS നിലവിൽ വന്നു. പക്ഷേ 1997 ചൈന ഒരു പുതിയ ഇനിഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് വന്നു, 9 ഡാഷ്ഡ് ലൈൻ. നമുക്കറിയാം ഇവിടെ ഹൈനൻ ലൈൻ ഇത് മുതൽ ഈ കാണുന്ന ഡോട്ടഡ് ലൈനുകൾ കാണാം. ഈ ഒരു റേഞ്ച് മുഴുവൻ എന്താണ്? ചൈനയുടെ അധീനതയിലുള്ളതാണ് എന്ന രീതിയിൽ ഒരു ചൈന 9 ഡാഷ് ലൈൻസിനെ കൊണ്ടുവരികയും ഈ ഭാഗത്തുള്ള എല്ലാ റിസോഴ്സുകളും ഈ ഭാഗത്തുള്ള എല്ലാ ഐലൻഡുകളും ആരുടെ അധീനതയിലുള്ളതാണെന്ന് പറയുകയും ചെയ്തു, ചൈനയുടെ അധീനതയിലുള്ളതാണെന്ന് പറയുകയും ചെയ്തു. സൈറ്റിംഗ് 2000 years ഓഫ് ഹിസ്റ്ററി, 2000 വർഷത്തെ ചരിത്രമുണ്ട് എവിടെ പരാസൽ ഐലൻഡിലും സ്പ്രാഡ്ലി ഐലൻഡ്സിലും. ചൈനയുടെ ഡിനോമിനേഷൻ അല്ലെങ്കിൽ ചൈനയുടെ പ്രസൻസിന് 2000 വർഷത്തെ അല്ലെങ്കിൽ ചരിത്രം പറയാനുണ്ട് എന്ന ഒരു ക്ലെയിം പറഞ്ഞുകൊണ്ട് ചൈന എന്ത് ചെയ്തു? ഈ ഒരു 9 ഡാഷ് ലൈൻ കൊണ്ടുവന്നു 2002. പക്ഷേ എന്ത് സംഭവിച്ചേ? ആസിയാൻ രാജ്യങ്ങളും അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ പ്ലസ് ചൈന അവർ ഒരു എഗ്രിമെന്റ് ഡിക്ലറേഷൻ സൈൻ ചെയ്തു, കോണ്ടാക്ട് ഓഫ് പാർട്ടീസ് ഇൻ സൗത്ത് ചൈന. ഇവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഓഫ് പാർട്ടീസ് സൈൻ ചെയ്തു. എന്നാൽ 2009 ആയപ്പോഴത്തേക്ക് 2009 ആയ സമയത്ത് ചൈന issued 2 diplomatic note that appears to claim a majority of South China Sea. അതായത് 2009 ഡിപ്ലോമാറ്റിക് ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യം അല്ലെങ്കിൽ ചൈന പറയുന്നു
ഈ സൗത്ത് ചൈന സീയുടെ മെജോറിറ്റി ആരുടെയാണ്? ചൈനയുടെയാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. പക്ഷേ 2013 4 വർഷങ്ങൾക്ക് ശേഷം 2013 എന്ത് ചെയ്തു? ഫിലിപ്പൈൻസ് ഇതിനെ ചലഞ്ച് ചെയ്തു. എവിടെ ചലഞ്ച് ചെയ്തു? ഫിലിപ്പൈൻസ് ഇതിനെ എവിടെ ചലഞ്ച് ചെയ്തു? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഇതിനെ ചലഞ്ച് ചെയ്യുകയും 2016 ഫിലിപ്പൈൻസിന് അനുകൂലമായിട്ട് വിധി വരികയും ചെയ്തു. അതായത് ഫിലിപ്പൈൻസിന് അനുകൂലമായിട്ട് വിധി വരികയും ചെയ്തു. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും ഇഷ്യൂ ആയിട്ട് പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ടിൽ 2016 ഇന്ത്യ ആൻഡ് US ഈ രണ്ട് രാജ്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തിൽ അല്ലെങ്കിൽ ഇവർ പറയുന്നു ഇറ്റ് മസ്റ്റ് ബി സോൾവ് ത്രൂ ദ പ്രോസസ് ഓഫ് ഡയലോഗ് ഓൺ ദ ബേസിസ് ഓഫ് UNCLOS. UNCLOS അല്ലെങ്കിൽ UNCLOS അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിന്റെ പ്രിൻസിപ്പിൾസിന് അനുസൃതമായിട്ട് ഇതിനെ തീരുമാനിക്കണം. പക്ഷേ 2016 ഫിലിപ്പൈൻസിന് അനുകൂലമായിട്ട് വിധി വന്നതിന് ശേഷം ഗവൺമെന്റ് അതിനെക്കുറിച്ച് ആ രീതിയിൽ പിന്നീട് സംസാരിക്കാൻ തുടങ്ങുന്നില്ല. കാര്യം എന്താണ്? പക്ഷെ എന്താണ്, ഈ ഒരു കാര്യത്തിലേക്ക് ഇന്ത്യ ഇൻവോൾവ് ആകാനും താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് സൗത്ത് ചൈന സീയിൽ ഒരു സൈനിക നടപടികൾക്കും ഇന്ത്യ മുതിരുന്നില്ല, എക്സെപ്റ്റ് വിത്ത് തായ്വാനുമായിട്ട് റീസെന്റ് ഒരെണ്ണം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ എന്താണ്, പക്ഷെ ഇവിടെ എന്താണ് വുഹാൻ കൺസെൻസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും തമ്മിലുള്ള ഒരു വുഹാൻ കൺസെൻസ് പ്രകാരം both countries are not interested. They will maintain Wuhan consensus. Both nations respect each other's sphere of influence in their adjacent water bodies. അതായത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമല്ല സൗത്ത് ചൈന സീ. അതുപോലെ എന്താണ്, ഈ സൗത്ത് ചൈന സീൽ അല്ലാത്തതുകൊണ്ടും ചൈനയുടെ ഇൻഫ്ലുവൻസിൽ വരുന്ന ഒരു മേഖല ആയതുകൊണ്ടും അതിലേതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആകാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാവില്ല എന്ന ഒരു കൺസെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു അനുവാദമാണ് ഈ വുഹാൻ കൺസെൻസ്. അതുപോലെ തന്നെ ചൈന എന്ത് ചെയ്യത്തില്ല, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലും അവർ ഇൻവോൾവ് ആവത്തില്ല. ഇതാണ് വുഹാൻ കൺസെൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എനിവേ, മുന്നോട്ട് പോകുമ്പോൾ ഈ ചരിത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാകും, എങ്ങനെയൊക്കെ ആകും എന്നതിനെ കുറിച്ചിട്ട് അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും പല ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻസിന്റെയും UN-ന്റെ പോലും തീരുമാനങ്ങളെ ധിഖരിച്ചു കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഗ്ലോബൽ ഷിപ്പിംഗിന്റെ, അതായത് UNCAD, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് പ്രകാരം എന്താണ്, ഈ ഒരു റീജിയനിലൂടെയാണ് ലോകത്തിലെ 1/3 ഷിപ്പിംഗും നടക്കുന്നത്. അതായത് വലിയ വലിയ ടാങ്കറുകൾ അടക്കം, അതായത് ഇന്ത്യൻ ഓഷ്യനെയും നമ്മളുടെ പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു കപ്പൽ ചാൽ തന്നെയാണ് ഈ സൗത്ത് ചൈന സീ. സോ ദാറ്റ് ഇതൊരു വേൾഡ് ഇക്കണോമിയെ ബാധിക്കുന്ന ഒരു സാധ്യത കൂടിയാണ്. സോ ദാറ്റ് എവരിവൺ ഷുഡ് മെയിൻറ്റെയിൻ എ സ്റ്റാറ്റസ് കോ ഓവർ ദേർ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പുതിയ നടപടികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ കാത്തിരിക്കാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകൾ. 2 കൃത്യമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. അതിനെ കുറച്ച് കൂടുതൽ ഐഡിയോളജീസ് റെഡിയാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.